മുത്തു ഇതുവരെ എത്തിയില്ലേ സാവിത്രി? ഇല്ല, സൊസൈറ്റിയിൽ പാലും കൊടുത്ത് രാത്രി തന്നെ തിരിച്ചു വരാമെന്നും പറഞ്ഞു പോയതാ. അങ്ങനെ താമസിക്കാറില്ലല്ലോ. ആശുപത്രി കിടന്നിരുന്ന ഗോമതിയുടെ കുട്ടിയാ. ഗോമതി ഇന്നലെ മരിച്ചു. അറിയാൻ താമസിച്ചത്. വൈകിയപ്പോഴേ തോന്നി എന്തോ പ്രശ്നമുണ്ടെന്ന്. ഏതായാലും കുട്ടിയെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് നന്നായി. അവിടെ ആരാ ഇനി നോക്കാൻ? മോള് വാ. പാർവതി, ബുദ്ധിമുട്ടും പരാധീനതയൊക്കെ ഉണ്ടെങ്കിലും ആരോരുമില്ലാത്ത കുട്ടികൾ വന്നു ചേരുമ്പോ നിഷേധിക്കാൻ മനസ്സ് വരുന്നില്ല. കുട്ടിയെ കൊണ്ടുപോളൂ. നമ്മുടെ കൂട്ടത്തിലേക്ക് വന്ന പുതിയ അന്തേവാസിയാ. പതിവുള്ള നടത്തം മുടക്കണ്ട മുത്തച്ഛ, ഞാൻ എന്താ വന്നു കഴിഞ്ഞു. എന്താ എല്ലാരും കൃത്യമായിട്ട് സ്കൂളിൽ പോകണ്ടോ? എന്നാ കളിച്ചോ. അവരെ പറഞ്ഞിട്ട് എന്താ കാര്യം? വണക്കോ? വണക്കം. ഇരിക്കാനൊരു നല്ല ബെഞ്ച് കൂടിയില്ല. മുക്കിന് ചാരായ ഷാപ്പിലൊരു പഞ്ഞുമില്ല. എന്താ ഗോപാൽസ്വാമി, ഇപ്പോഴും ഭാര്യ തല്ലുന്നുണ്ടോ? ഇപ്പൊ ഇല്ലേ? ഏയ്, എന്നാ ചിന്നമു, സുഖല്ലേ? സുഖം തന്നെ. இன்னைக்கு ஐயா 10 நிமிஷம் லேட். വയസ്സായി വരികയല്ലേ, സ്പീഡൊക്കെ ഇത്തിരി കുറയും. என்னம்மா சௌக்கியமா? சாப்பிடு சாப்பிடு. வணக்கம் பணிக்கர் சார். இந்த எம்எல்ஏ நடராஜனை ஒன்னும் ஞாபகப்படுத்த வேண்டாம். ஹாஸ்பிட்டல் ஹைஸ்கூலும் தானே. எஜுகேஷன் மினிஸ்டர் கிட்ட புரியலையா? மலையாளத்துல சொல்லி தொலைக்கிறேன். வித்யாபியாச மந்திரி கிட்ட சொன்னேன், ஃபைல் வரட்டும் பார்க்கலாம் என்று சொன்னார். 2 வருஷമായി ഫയൽ വരാൻ തുടങ്ങിയിട്ട്. 2 வருஷம் தானே. கேட்டா இமீடியட்டா கொடுப்பறதுக்கு இது என்ன பார் லைசன்ஸா? ஸ்கூல் தானே. கவலைப்படாதீங்க. உங்க கேரளா மந்திரி சபையில நான் ஒரு மந்திரியாக போறேன். இந்த மீனாட்சிபுரம் நியோஜக மண்டலத்தினுடைய ஃபேஸே சேஞ்ச் ஆயிடு, மாறிடுவேன். நான் சொன்னது பிடிக்கலையா? எஜுகேஷன்னா எங்க பாஷையில கல்வி. ஒரு எஜுகேஷன் மினிஸ்டருக்கு எழுதவும் படிக்கவும் தெரியணும் இல்ல. எக்ஸைஸ் மந்திரி குடிகாரனா இருக்கணுமா? ஆഭ്യന്തര மந்திரி கொலைகாரனா இருக்கணுமா? இனி வித்யாபியாச மந்திரிக்கு ஏதாவது வித்யா தெரியணும்னா இந்த நடராஜனுக்கு தெரியாத வித்யா? என்னடா சோமாரி பசங்களை கூறுது? நான் என்ன துணி இல்லாம நிக்கிறடா? இங்க ஓடுங்கடா திருட்டு பசங்க. வரட்டுமா? ഡൈ സോപ്പ് വണ്ടി സ്റ്റാർട്ട് ഇയാള് പറയുന്ന കാര്യം എന്തേലും നടക്കും മുത്തച്ഛ? നടക്കും. നാട്ടുകാരുടെ കാര്യമല്ല, ആ രാജമാണിക്യ നാടാരുടെ കാര്യം. ഇത് ഞാൻ കേട്ട് കേട്ട് മടുത്തു. ഇവിടെ ക്രിസ്തു കുടിശ്ശികമെന്നല്ല കാര്യം, വരുമാനമാണ് പ്രശ്നം. വണക്കം സാർ. അല്ല, പിന്നെ MLA സാറിന്റെ വരവെന്താ? നാടാരുടെ പുതിയ ദൗത്യം വല്ലതും ഉണ്ടോ? புதுசா ஒண்ணும் இல்ல, பழையதுதான். இந்த வாட்டி கண்டிப்பா அந்த டிஸ்ட்ரிக்ட் லைசன்ஸ் கிடைக்கலன்னா நான் மீனாட்சிபுரத்துக்கு திரும்பி போக மாட்டேன். இங்கேயே கிடக்க போறேன். இங்க வேண்டாம், தான் போய் செக்ரட்டரி நடை போய் கிடக்கு. பார்த்தேன், அங்க இனி இடம் கிடையாது. ஹவுஸ் ஃபுல். பெர்மனண்டா ஷெட் போட்டு நிறைய பேര് കിടக்குறாங்க. ഞാൻ എക്സൈസ് മന്ത്രി ആയിരിക്കുന്നിടത്തോളം കാലം നാടാർക്കെന്നല്ല ആർക്കും പുതിയ ലൈസൻസ് കൊടുക്കേല. லைசன்ஸ் கொடுக்க மாட்டாயா? என்ன அந்த மாதிரி பேசுறீங்க? போன எலெக்ஷன்ல சிஎம் தலைவர் நாடாருக்கு ப்ராமிஸ் கொடுத்தாச்சு. ഇലക്ഷനിലെ മെജോറിറ്റി கிடைச்சா ഡിസ്റ്റിലറി ലൈസൻസ് കൊടുക്കറേന്ന്. കിടച്ചാച്ചേ, നാടാരുടെ പേര് പറഞ്ഞ് താൻ എന്നെ പേടിപ്പിക്കണ്ട. CM വാക്ക് തന്നിട്ടുണ്ടെങ്കിൽ താൻ അവിടെ പോയി വാങ്ങിച്ചോ. CM-ഓட വാക്കും പഴയ ചാക്ക് ഒന്നുതാൻ. ആമാ, ഇലക്ഷനൊക്കെ കാശ് മേടിക്കാൻ നാടാർക്കിட்ட വന്നപ്പോ CM മാത്രമല്ലായിരുന്നല്ലോ. അല്ലായിരുന്നു, അയാളുടെ പാർട്ടിക്കാരും ഉണ്ടായിരുന്നു. ആമാ, അതുകൊണ്ടാ പറഞ്ഞത് അങ്ങോട്ട് ചെന്ന് ചോദിക്കാൻ. ഫോൺ പണ്ടിട്ട് സാധ്യമല്ല, നേരിട്ട് പോയി കണ്ടാ മതി. അപ്പടിയാ. ഇതെന്നെ ഡോർ. തെരഞ്ഞെടുപ്പ് സമയത്ത് ഞാൻ രാജമാണിക്യ നാടാർക്ക് വാക്ക് കൊടുത്തു എന്നുള്ളത് ശരിയാണ്. പക്ഷെ വകുപ്പ് വീതം വെച്ചപ്പോ എക്സൈസ് ആ ബാലേന്ദ്രന്റെ പാർട്ടിക്കാരെ പിടിച്ചു മേടിച്ചില്ലേ? പിടിച്ചു വാങ്ങുന്നത് തന്നെ ദുരിതാശ്വാസ ഫണ്ടാ. സാർ വിചാരിച്ച അയാളെ വരച്ച വരെ നിർത്തിക്കൂടെ? എടോ, ഒരു കൂട്ടുകക്ഷി മന്ത്രിസഭയുടെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് സർക്കസിലെ ട്രപ്പീസ് കളിക്കാരനെ പോലെയാ. ഒന്ന് പിഴച്ച താഴെയാ. എല്ലാവരും ഇങ്ങനെ കൈയൊഴിഞ്ഞാ എന്റെ ഗതി ரொம்ப കഷ്ടം. നാടാർക്കിട്ട ഞാൻ എന്നെ സൊല്ലും. ഡിസ്റ്റിലറി ലൈസൻസ് കിടക്കലേനാ
എന്നോട് ഹെഡ് റിമൂവ് പണിട് സാർ. ഇക്കാര്യത്തിൽ ഞാൻ ഇൻട്രസ്റ്റ് എടുക്കാനായിട്ടല്ല, എല്ലാം ഡൊണാൾഡ് കമ്പനിക്കാരുടെ വേലയാ. ബാലേന്ദ്രൻ അവരുടെ ആളാ. മീനാക്ഷിപുരത്ത് ഇങ്ങനെയൊരു ഡിസ്റ്റിലറി വന്നാ അത് അവരുടെ കേരളത്തിലെ മാത്രമല്ല തമിഴ്നാട്ടിലെ മാർക്കറ്റിനെയും ബാധിക്കും. ആ, ഏതായാലും ഞാൻ സംസാരിച്ച് നോക്കാം. കണക്ട് മീ എക്സൈസ് മിനിസ്റ്റർ. ആ, MLA നടരാജൻ ഇവിടെ വന്നിട്ടുണ്ട്. തനിക്ക് എന്താടോ ഇക്കാര്യത്തിൽ ഇത്ര വാശി? വാശിയുടെ കാര്യമൊന്നുമല്ല സാറേ, വയറ്റിപ്പിഴപ്പിന്റെ കാര്യമാണ്. ഈ ഒരു ചെറിയ വകുപ്പും വച്ച് വല്ല ചായക്കാശ് കിട്ടുന്നതും തടയാൻ മാണിക്യ നാടാരല്ല മരകത നാടാര് വന്നാലും ഞാൻ സമ്മതിക്കല. ആഫ്റ്റർ ഓൾ ഹൂ ഈസ് ദിസ് ബ്ലഡി നാടാർ? இந்த ராஜமாணிக்க நாடார் யாருன்னு அந்த அயோக்கிய பயலுக்கு நான் காட்டுறேன். சீக்கிரம் காட்டி கொடுங்க. அந்த ஷாவுக்ராக்கி மினிஸ்ட்ரியில இருந்தா நம்ம விஷயங்கள் நடக்கவே நடக்காது. டேய் நடராஜா, இன்னும் எண்ணி 8 நாளைக்குள்ள அவன் அந்த சேர்ல இருக்க கூடாது. அதுக்கு நான் என்ன பண்ண முடியும்? சேர தூக்கி இங்க கொண்டு போட்டா போதுமா? அறிவு கெட்டவனே, அதையா நான் கேட்டேன். கேரளாவுல இப்ப என்ன விசேஷம்? இப்போ தோட்டண்டி பாம் ஆயில். பாம் ஆயில் எனக்கு தெரியும். அது என்னடா தோட்டண்டி? தோட்டண்டினா மேல ஃப்ரூட், கீழே என்ன மேல ஃப்ரூட் கீழே கேஷ்யூ நட். ஓஹோ, அதுவா? ஆமா, இன்னும் ஒரு வாரத்துக்குள்ள கேரளாவுல விழா கொண்டாட்டம் ஏதாவது இருக்கா? விழா கொண்டாட்டம் அதான் ஃபெஸ்டிவல்ரா. ஃபெஸ்டிவலா? இருக்கு. வைஸ் சான்சலர் கெராவோ பண்றது. அது தினம் நடக்கிற கூத்து. அதை யாரா கேட்டது? ஃபெஸ்டிவல்ரா. ஓ, ஃபெஸ்டிவலா? இருக்கு. ஓணம். ஓ என்ன நோயம். ஆஹா, அருமையான இங்கிலீஷ். தேங்க் யூ. ஆமா, ஓணத்துக்காக கவர்மெண்ட் எத்தனை லோடு ஸ்பிரிட் ஸ்பெஷலா ஆர்டர் பண்ணிருக்கு? நான் டெலிபோன் பண்ணி கவர்னர் கிட்ட கேட்ட விவரத்தை சொல்றேன். அடாடாடாடாடா, இப்படி ஒரு புத்திசாலி எம்எல்ஏவை நான் உலகத்துல பார்த்ததே இல்லடா. ஆஹா, என்ன அறிவு, என்ன அழகு. வணக்கம். வெளிப்படா நாயே. போ துரை. ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള സഹായം കുറവാണെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായും. ഈ നക്കാപ്പിച്ച കാശ് കൊടുത്താൽ പാവപ്പെട്ട കുടുംബം എന്ത് ചെയ്യാൻ കഴിയും? എക്സ്ക്യൂസ് മീ, പ്രതിപക്ഷ നേതാവെന്ന നിലയ്ക്ക് ഈ സംഭവത്തെ കുറിച്ച് അങ്ങേക്ക് എന്താ പറയാനുള്ളത്? ഈ കൊലയാൾ സർക്കാരിന്റെ തനിനിറം ജലമധ്യത്തിൽ ഞാൻ പൊക്കിപ്പിടിക്കും. ഒന്നും രണ്ടുമല്ല, 350 പേരുടെ ജീവനാണ് ഈ മദ്യദുരന്തം മൂലം അപഹരിക്കപ്പെട്ടിട്ടുള്ളത്. 1500 പേരുടെയെങ്കിലും കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങ് മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴല്ലേ 1982 നിലമേൽ മദ്യദുരന്തം ഉണ്ടായത്? അത് അന്ന് 80 പേർ മാത്രമല്ലേ മരിച്ചുള്ളൂ. 300 പേരുടെ കണ്ണേ പോയുള്ളൂ. അന്ന് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടവർക്ക് കുത്തി നടക്കാൻ ഞങ്ങൾ വടികൾ സൗജന്യമായി വിതരണം ചെയ്യുകയും ചെയ്തു. എന്താ ഇനി പ്രതിപക്ഷത്തിന്റെ നിലപാട്? രാജിയിൽ കുറഞ്ഞൊരു വിട്ടുവീഴ്ചയ്ക്ക് ഞങ്ങൾ തയ്യാറാവില്ല. മന്ത്രിസഭ രാജിവെച്ചുകൊണ്ട് പ്രശ്നം തീരുവോ? തൽക്കാലത്തേക്ക് തീരും, ഇല്ലെങ്കിൽ തീർക്കും. പോട്ടെ, എനിക്ക് വൈക്കത്ത് ഒരു ഓണാഘോഷ പരിപാടി പങ്കെടുക്കാറുണ്ട്. ഓക്കെ. ജനരോഷം അടക്കാൻ എക്സൈസ് മന്ത്രി രാജിവെച്ചേ തീരും. പ്രതിപക്ഷത്തിന് അടിക്കാൻ കിട്ടിയ വടിയാ. അവര് മുതലെടുക്കുന്നതിന് മുൻപ് ഈ സർക്കാരിന്റെ നിലനിൽപ്പിനെ പറ്റി ആലോചിക്കണം. ഇതൊന്നും പുതിയ കാര്യങ്ങളല്ലല്ലോ. ഇത്തരം ചെറിയ പ്രശ്നങ്ങൾക്കൊക്കെ രാജിവെക്കാൻ തുടങ്ങിയാൽ നിങ്ങൾ ഇതിനു മുമ്പ് എത്ര പ്രാവശ്യം രാജിവെക്കണമായിരുന്നു എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ നോക്കണ്ട. നൂറുകണക്കിന് ആൾക്കാരുടെ ജീവനാ ഉറുതി കൊടുത്തത്. സർക്കാർ സപ്ലൈ ചെയ്ത സ്പിരിറ്റിൽ മീതയിൽ ആൽക്കഹോൾ ഉണ്ടായിരുന്നു എന്ന് തെളിഞ്ഞ സ്ഥിതിക്ക് അതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വത്തിൽ നിന്നും എക്സൈസ് മന്ത്രിക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. ഇത് താനുണ്ടാക്കുന്ന ആദ്യത്തെ പ്രശ്നമൊന്നും അല്ലല്ലോ. കൂടുതൽ നാറാതെ സ്വയം രാജിവെച്ച് ഒഴിയുന്നതാണ് നല്ലത്. നമസ്കാരം. പ്രധാന വാർത്തകൾ. സംസ്ഥാന എക്സൈസ് വകുപ്പ് മന്ത്രി ശ്രീ ബാലചന്ദ്രൻ രാജിവെച്ചിരിക്കുന്നു. ഇന്ന് വൈകിട്ട് അദ്ദേഹം മുഖ്യമന്ത്രിക്ക് രാജി സമർപ്പിച്ചു. സംസ്ഥാനത്തുണ്ടായ വിഷമദ്യ ദുരന്തത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ടാണ്
மந்திரி ராஜிவெச்சது. டேய் அதை ஆஃப் பண்றா. எப்படிடா என் பிளான்? அடடடா, ரொம்ப பிரமாதம். இந்த மாதிரி புத்தி உலகத்துல யாருக்குமே கிடையாது. பின்னென்ன உன்ன மாதிரி களிமண்ணு தலைய நினைச்சியா? அப்படி நான் சொல்லவே இல்லை. ஹலோ. வணக்கம் வணக்கம். அப்படியா? வெல்கம் வெல்கம். தேங்க்யூ. டேய் சிஎம் போன்ரா. உங்க போன் இல்லையா? சிஎம் போன் அடிச்சிருக்காரா, நாளைக்கு இங்க வரேன்னு. உங்க வீட்டுக்கு வராரா? பின்ன உன் வீட்டுக்கா? என் வீட்டுக்கு வராரா நாளைக்கு? தலைவரே, பந்து இப்ப உங்க கோர்ட்ல தான். கோல் போஸ்ட்ல கோல் இல்லை. நீங்க கரெக்டா எய்ம் பண்ணி காலை தூக்கி ஒரு அடி அடிச்சீங்கன்னா கோல் ஷுவர். சபாஷ். உனக்கும் மூளை இருக்குதா? போதும். പോതുമാ. തുറക്കടാ, മര്യാദക്ക് തുറക്കാനാ പറഞ്ഞത്. ഞാൻ എന്ത് കുറ്റം ചെയ്തിട്ട് എന്നെ ഈ ലോക്കപ്പിലിട്ട് കൂട്ടിയത്? ലോക്കപ്പ് മരണം ഞാൻ കേട്ടതേ ഉള്ളൂ. മര്യാദക്ക് തുറന്നില്ലെങ്കിൽ ഞാൻ ചവിട്ടി പൊളിക്കും. എടാ തുറക്കടാ, എടാ തുറക്കാൻ. പൊട്ടപ്പെട നോക്കടാ. എടാ കൊരങ്ങ, ഒരു പോലീസുകാരനെ കൊന്നിട്ട് ജയിലിൽ പോവാൻ ഞാൻ തയ്യാറില്ല. അതുകൊണ്ട് നിന്നെയൊക്കെ വെറുതെ വിടുന്നു. ആരും കാണാതെ അതിനകത്തൊന്ന് ഉറങ്ങാൻ കിടന്നതാ. അപ്പൊ അതിനകത്തിട്ട് പൂട്ടുക. നിനക്കൊന്നും എന്നെ മനസ്സിലായിട്ടില്ലടാ പട്ടി. ഇവിടെ പറഞ്ഞതാ. ഇത് മാതൃക പോലീസ് സ്റ്റേഷൻ. അയ്യോ, രാജമാണിക്യ നാടാരുടെ വീട്ടില്. എടോ, നാളെ നാടാരുടെ വീട്ടില് സിഎം വരുന്നു. മനസ്സിലായില്ലേ? മുഖ്യമന്ത്രി. ஜீப்பல்ல அந்த பக்கம் போடுங்க. தலைவரே, அவர் வந்தாச்சு. வாங்க வாங்க. முக்கிய அமைச்சர் வாழ்க, முக்கிய அமைச்சர் வாழ்க, முக்கிய அமைச்சர். ஓ, என்ன ஸ்பீடு. வணக்கம் சார். வணக்கம் முதலமைச்சரே. நல்லா இருக்கிறீங்களா? എന്താ നാടാരെ, കളിയാക്കാണോ? എനിക്ക് സൂഹിക്കാൻ പറ്റിയ സമയമാണല്ലോ. வாங்க உள்ள போய் பேசுவோம். മുഖ്യ அமைச்சர். ஏய், ഓ ശരി. പിന്നെ ഒരു സല്യൂട്ട് ഇവിടെ ആകാം. MLA സല്യൂട്ട് ചെയ്യാൻ ഇന്ത്യൻ പോലീസ് റൂളിൽ അങ്ങനെ നിയമമൊന്നുമില്ല. നിയമമൊന്നും ഇല്ലാന്ന് എനിക്കറിയാം. പക്ഷേ വെറും ഒരു സാധാ പോലീസ് മൂത്ത് ഏഡ് മൂത്ത് ഇൻസ്പെക്ടറായി നിൽക്കുന്ന തന്നെ വീണ്ടും ഒരു വെറും സാധാ പോലീസാക്കി മാറ്റാൻ എന്നെ പോലൊരു MLAക്ക് വരെ കഴിയും. കാണണോ? ഉനക്ക് പാക്കണമാ? MLA നിന്നെ നല്ലായിரு. നീ കട്ടപ്പൊമ്മ ഫാമിലി. ആറാട്ട് നന്നാവണമെന്ന് ആനയ്ക്കുണ്ടോ നിർബന്ധം? അതിന് കുറെ പട്ടയും മടലും തിന്നണം. ഏത് തെണ്ടിയെ സല്യൂട്ട് ചെയ്താൽ എന്താ? ജീവിക്കണ്ടേ? നമ്മുടെ രാജ്യം ഇങ്ങനെയായി പോയല്ലോടോ. ഓ, തനിക്ക് അതിന് ഉത്തരല്ലേ? എന്നാ തനിക്ക് ഇരിക്കട്ടോ ഒരു സല്യൂട്ട്. കൊണ്ടുപോയി തിന്ന്. ബാലേന്ദ്രനെ ഒതുക്കാമെന്ന് താൻ പറഞ്ഞപ്പോ അത് ഇത്രത്തോളം കടന്നു കൈയായിരിക്കും നീ കരുതിയില്ല. 100-300 പേരുടെ ജീവനല്ലേ പോയത്? 3 கோடிக்கு மேல ஆள் உள்ள இந்த ஸ்டேட்ல 300 பேர் செத்து போனது ரொம்ப சின்ன விஷயம். ஆனா ஏன் டிஸ்டிலரி அது பெரிய விஷயம். ஆமாமா, டிஸ்டிலரி தான் பெருசு, உயிரா முக்கியம். അതൊക്കെ ഇനി എങ്ങനെ നടക്കുന്നടാ? நடக்கும். அதுக்கு நான் வழி சொல்றேன். എങ്ങനെ? நான் சொல்ற ஆள் எக்ஸைஸ் மினிஸ்டர் ஆகணும். അതെങ്ങനെയാ നാടാരെ? ബാലേന്ദ്രന്റെ പാർട്ടിക്കല്ലേ എക്സൈസ് വകുപ്പ്. അവരത് വിട്ടുതരുമോ? തരമാട്ടെ. தலைவரே, நான் அந்த கட்சியில சேர்ந்து மினிஸ்டர் ஆகட்டுமா? ஆமா, வாயை மூடிட்டு சும்மாறா. அத பத்தி நீங்க கவலையே படாதீங்க. அந்த விஷயத்தை நான் ஏற்கனவே டீல் பண்ணி வச்சிருக்கிறேன். அந்த கட்சிக்காரன் தான் மந்திரி ஆகணும். முள்ளால தானே எடுக்கணும். சிகே மினிஸ்டர் ஆகணும். സികെയോ? அந்த ஆளு MLA இல்லையே. அது ஒரு ப்ராப்ளம் இல்லடா. 6 மாசத்துக்குள்ள வந்தா போதும். അടടാ, அப்படி ഒരു റൂൾ இருக்கா? അതൊക്കെ അത്ര എളുപ്പമുള്ള കാര്യമാണോ? മാത്രമല്ല സികെയുടെ പൊളിറ്റിക്കൽ ഇമേജ് അത്ര ക്ലിയർ അല്ല. ஆமாமா, அந்த இமேஜ் கிளியர் உள்ள ஆள் வந்தா நம்ம விஷயம் நடக்காது. இந்த விஷயத்துல இன்னொரு ரிஸ்க் எடுக்க நான் தயாரா இல்ல. இது ஏன் விஷயம் மட்டும் இல்ல, உங்களுக்கு சம்பந்தப்பட்ட விஷயம். அதனால இதுக்கு கரெக்டான ஒரே ஒரு ആൾ സികെ. മിന്നുന്ന ഫ്ലാഷ് ലൈറ്റുകൾക്ക് മുന്നിൽ കള്ളവാറ്റ് കേന്ദ്രങ്ങളിലും കഞ്ചാവ് തോട്ടങ്ങളിലും കാക്കിക്കുപ്പായമിട്ട് വേഷം കെട്ടി റെയ്ഡിന് നേതൃത്വം കൊടുത്ത് ചീപ്പ് പോപ്പുലാരിറ്റി നേടാൻ ശ്രമിക്കുന്ന ഒരു തറ മന്ത്രിയായിരിക്കില്ല ഈ സി കെ രാധാകൃഷ്ണൻ. അപ്പോ അവർക്കെതിരെയുള്ള അങ്ങയുടെ പോളിസി കർശനമായിരിക്കില്ല എന്നാണോ? വളരെ കർശനമായിരിക്കും, എല്ലാ തലങ്ങളിലും. സംസ്ഥാനത്തുണ്ടായ മദ്യദുരന്തത്തിന്റെ അനന്തര നടപടി എന്താണ്? ദുരന്തമുണ്ടായി എന്നത് അത്യന്തം ഖേദകരമാണ്. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ കമ്മീഷനെ വെച്ചിട്ടുണ്ടല്ലോ. കമ്മീഷന്റെ റിപ്പോർട്ട് വരട്ടെ. കുറ്റക്കാരാരായാലും ശിക്ഷിക്കപ്പെടും. MLA അല്ലാത്ത സാറിനെ തന്നെ മന്ത്രിയാക്കിയതിന്റെ പിന്നിൽ പ്രത്യേക ഉദ്ദേശം വല്ലതുണ്ടോ? കാശുണ്ടാക്കാൻ മിടുക്കനായ ഒരാൾ വേണം. എനിക്കല്ല,
ഖജനാവിലേക്ക്. സർക്കാരിന് ഏറ്റവും വരുമാനമുള്ള വകുപ്പല്ലേ? വകതിരിവുള്ള ഒരാൾ വേണമെന്ന് തോന്നിക്കാണും പാർട്ടിക്ക്. ഏത് മണ്ഡലത്തിൽ നിന്നായിരിക്കും സാർ മത്സരിക്കുക? എക്സ്ക്യൂസ് മീ, യുവർ ഗുഡ് നെയിം പ്ലീസ്. കവിത മേനോൻ, ഡൽഹി ടൈംസ്. വെൽ മിസ് കവിത മേനോൻ, അത് ഞാനല്ലല്ലോ, പാർട്ടിയല്ലേ തീരുമാനിക്കുന്നത്. ഓക്കെ, വി വിൽ മീറ്റ് അഗൈൻ. ഡിസ്റ്റിലറിയെ പറ്റി നിങ്ങൾ വറി ചെയ്യേണ്ട നാടാരെ. ഈ CK മന്ത്രിയായിരുന്നാൽ മീനാക്ഷിപുരത്ത് 1 അല്ല 9 ഡിസ്റ്റിലറി അനുവദിക്കും. Correct. പക്ഷേ പ്രശ്നം അതല്ല. 6 മാസത്തിനകം ജയിച്ച MLA ആവണ്ടേ ഞാൻ. അതിനെ പറ്റി ഒരു മണ്ഡലം ഏതാണുള്ളത്? ഷൊർണൂരിലെ കലാമണ്ഡലം ഇരിക്കെ ഇല്ലയാ തലവരെ? வாய மூடுறா. அத பத்தி நீ ஒண்ணும் கவலைப்படாத. நீ ஜெயிக்க கூடிய கான்ஸ்டிட்யூன்ஸை நாடார் கொடுக்கறேன். ഏതാണെന്ന് പറ നാടാരെ. ഇലക്ഷൻ വരുമ്പോ മുന്നണികൾ പോലും ഷുവർ സീറ്റിന് വേണ്ടി കയ്യും കാലോട്ട് അടിക്കുക. ഒറ്റയ്ക്ക് നിന്നാൽ കേരളത്തിലെ 140 കോൺസ്റ്റിറ്റ്യുവൻസികളിൽ ഓരോന്നിലും ചുരുങ്ങിയത് 10,000 വോട്ടെങ്കിലും പിടിക്കാൻ പറ്റിയ ഏത് പാർട്ടിയാണ് ഇവിടെ ഉള്ളത്? സ്വന്തം സീറ്റ് സ്വന്തം നിലയിൽ നിലനിർത്താമെന്ന് ചങ്കി കൈവച്ചുകൊണ്ട് പറയാൻ പറ്റിയ ഏത് നേതാവാണ് ഇവിടെ ഉള്ളത്? പ്രതിപക്ഷ നേതാവിന് പറ്റുമോ? എന്തിനു നമ്മളെ CM-ന് പറ്റുമോ? ഈ ഐക്യമുന്നണി എന്നൊക്കെ പറയുന്നത് ജനങ്ങളെ കബളിപ്പിക്കാനുള്ള വെറും ഒരു പെരട്ടാണ് നാടാരെ. അതൊക്കെ ആലോചിക്കുമ്പോഴാ എന്റെ നെഞ്ചിനകത്തൊരു പുകച്ചില്. பயப்படாத அமைச்சரே, உட்காரு. உனக்கு மீனாட்சிபுரம் போதுமா? மீனாட்சிபுரமா? அப்ப நான் நீ ரிசைன் பண்றா, அவன் ரிசைன் பண்ணிடுவான். மீனாட்சிபுரம் எலெக்ஷன் ஒரு பிரச்சனையே இல்ல. நான் சொன்னதுக்கு அப்புறம் மீனாட்சிபுரத்துல ஒரு இலை கூட அசையாது. நீங்க வெறும் நாமினேஷன் மட்டும் சைன் பண்ணுங்க. பாக்கி விஷயத்துல நான் பாத்துக்கிறேன். ரோட்ல போற இவன மாதிரி கழுதையெல்லாம் MLA ஆக்கி இருக்கிறேன். உங்க விஷயம் எனக்கு ரொம்ப ஈஸி. நான் சொன்னது கரெக்ட் தானே நடராஜா? நடராஜா, நடராஜா, ரீத் வைக்கிற மாதிரி பண்ணாதடா.